നമസ്കാരം. ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ ആസി കൊച്ചിൻ 1400. ഇത് നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. BPCC 132 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ഈ കോഴ്സിൽ 5 ബ്ലോക്സ് ആണ് വരുന്നത്. അതിനകത്ത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, ബ്ലോക്ക് 2 ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സസ്, ബ്ലോക്ക് 3 ഇന്റർപേഴ്സണൽ പ്രോസസ്സസ്, ബ്ലോക്ക് 4 ഗ്രൂപ്പ് ഡൈനമിക്സ്, ബ്ലോക്ക് 5 കൾച്ചർ, സെൽഫ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. ഇതിൽ ബ്ലോക്ക് 1 ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആണ് ബ്ലോക്ക് 1. ബ്ലോക്ക് 1-ലാകെ ഒരു യൂണിറ്റ് ആണ് വരുന്നത്. യൂണിറ്റ് 1 സോഷ്യൽ സൈക്കോളജി, നേച്ചർ, സ്കോപ്പ് ആൻഡ് അപ്രോച്ചസ്. ഓക്കെ, യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. അപ്പം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ബിഹേവിയറിനെ തന്നെയാണ്. പക്ഷെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ അനിമൽ ബിഹേവിയേഴ്സിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ or nature and causes of behavior in social context. അപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ നമ്മൾ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത്, അവിടെ ഒരു ഫോർമൽ ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലേ? അപ്പം എല്ലാവരും ആ ഒരു ഫോർമൽ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പം എങ്ങനെയാണ് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഈ സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന വിഷയങ്ങളാണ്. അതുപോലെ ഒരു പ്രൊട്ടസ്റ്റ്, പബ്ലിക്കിൽ നിന്നൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിർഭയയുടെ കേസ് വന്നപ്പോൾ എങ്ങനെയാണ് ഒരു പബ്ലിക് റൂട്ടിൽ ഇറങ്ങി ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയത്, അതായത് ഈ ഒരു കേസിനെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പബ്ലിക് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയത്. അതുപോലെ ലീഡേഴ്സ് ലൈക്ക് മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല എങ്ങനെയാണ് ഇവരുടെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന വിഷയങ്ങളാണ്. സോ ഹൗ പീപ്പിൾ ഇൻഫ്ലുവൻസ് ഓർ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്, എങ്ങനെയാണ് നമ്മൾ മറ്റു വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ മറ്റു വ്യക്തികൾ എങ്ങനെയാണ്, മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതെല്ലാം സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന വിഷയങ്ങളാണ്. So these are few examples from the history of human behavior where either we are influenced by other people or we influence other people's behavior. സോ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അത്തരത്തിലുള്ളൊരു ബിഹേവിയർ വന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ സോഷ്യൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പം ആദ്യം നമ്മൾ ഡെഫിനിഷൻസ് നോക്കാം. ഇപ്പം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്നു, ഹൗ വി ഫീൽ അബൌട്ട് ഓർ ഹൗ വി തിങ്ക് അബൌട്ട്, എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു വികാരം, നമുക്ക് എന്ത് വികാരമാണ് നമ്മൾ തോന്നുന്നത്, ആൻഡ് അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ പീപ്പിൾ അറൗണ്ട് us, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ആൻഡ് ഹൗ our feelings, thoughts and behaviors are influenced by these people in the social context. അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ട് നമ്മൾക്ക് എന്ത് ഒരു വികാരമാണ് തോന്നുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നത്, അവരോട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത്, അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സിനെ, ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ടൊരു സമഗ്രമായൊരു സ്റ്റഡിയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ. ആൻഡ് ഇറ്റ് അറ്റംപ്റ്റ് ടു വേറൊരു ഡെഫിനിഷൻ ഗിവൺ ബൈ ഗോർഡൻ ആൽപോർട്ട്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ച്വൽ ഇമാജിൻഡ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ് ഓഫ് അതർ ഹ്യൂമൻ ബീയിങ്സ്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒരു റിയൽ പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഇമാജിൻഡ് പ്രസൻസ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ്, അതായത് ഇപ്പം മരിച്ചുപോയൊരു വ്യക്തിയാണ്, പക്ഷെ ആ വ്യക്തിയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് അതാണ് നമ്മളൊരു ഇമാജിൻഡ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പം അതനുസരിച്ച് നമ്മളുടെ ചിന്തകളിലും
തീർച്ചയായിട്ടും നമ്മളുടെ വികാരത്തിലും അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റത്തിലും എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, ഏത് രീതിയിലാണ് അത് സ്വാധീനിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. വേറൊരു ഡെഫിനേഷൻ, ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ തിങ്ക് അബൌട്ട്, ഇൻഫ്ലുവൻസ് ആൻഡ് റിലേറ്റ് ടു വൺ അനദർ. So it is a scientific field that seeks to understand the nature and cause of individual behavior. നേച്ചർ നമ്മൾ മനസ്സിലാക്കുന്നു, അതുപോലെ ഇൻഡിവിജ്വൽ ബിഹേവിയറിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ആ വ്യക്തി ആ രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി ആ രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുമ്പോൾ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല ഡെഫിനിഷൻ, എനിക്ക് തോന്നുന്നത് ബാരൺ ആൻഡ് ബൈറൺ 2007 ഡെഫിനിഷൻ തന്നിരിക്കുന്ന ഡെഫിനിഷനാണ് ഏറ്റവും ആപ്റ്റായിട്ട് സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തത് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പം ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പിൽ ആദ്യം നമ്മൾ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി. ഇപ്പം നേച്ചർ നമ്മൾ പറയുമ്പം ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്, ഇതൊരു സയൻറ്റിഫിക് നേച്ചറാണ്. നമ്മൾ സൈക്കോളജി ആയിക്കോട്ടെ, അതുപോലെ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആയിക്കോട്ടെ, അതൊരു സ്പെക്യുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഊഹത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിലീഫിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു റീസൺ അനുസരിച്ചിട്ടോ അല്ല നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു, അതിന് ശേഷം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് അത് മെഷർ ചെയ്ത് ഒടുവിലാണ് നമ്മളൊരു പ്രെഡിക്റ്റബിൾ ലെവലിലേക്ക് ആ ഒരു സോഷ്യൽ ബിഹേവിയറിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സയൻറ്റിഫിക് പ്രൊസീജിയർ ഇതിനകത്തുണ്ട്. ഏതൊരു ബിഹേവിയറിനെയും നമ്മൾ, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബിഹേവിയർ ആയിക്കോട്ടെ, ഒരു കൺസ്യൂമർ ബിഹേവിയർ ആയിക്കോട്ടെ, ഏത് ബിഹേവിയറും നമ്മൾ പഠിക്കുന്നത് സയൻറ്റിഫിക് പ്രൊസീജിയേഴ്സ് വഴിയാണ്. സോ അതുകൊണ്ടാണ് ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. So social psychology, it provides a scientific account of social behavior based on direct observation rather than on common beliefs. അപ്പം നമുക്ക് തോന്നുന്ന ഒരു കോമൺ ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ചില ലോജിക്കോനെ ബേസ് ചെയ്തിട്ടോ അല്ല ഈ ഒരു സ്റ്റഡി ഈ ഒരു ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. And social psychology also attempts to explain why people behave in a particular way in a particular social situation. So such interconnected explanations of social behaviors leads to the formation of theories. അപ്പോൾ ഇങ്ങനെയുള്ള പല ബിഹേവിയേഴ്സിനെ നമ്മൾ കാണുമ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മളൊരു പ്രെഡിക്റ്റബിൾ ലെവലിലേക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പം ഈ രീതിയിലായിരിക്കും ആളുകൾ ബിഹേവ് ചെയ്യുക. അപ്പം അതിനെന്താണ് നമ്മളൊരു സൊല്യൂഷൻ കാണുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി പറയുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ മോബ് ബിഹേവിയർ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോബ് ബിഹേവിയറിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനെ നമ്മൾ ഒരുപാട് കണ്ട് പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ഇറ്റ് ഈസ് സയന്റിഫിക് ഇൻ നേച്ചർ എന്നുള്ളതാണ്. അടുത്തത് ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തയിലാണ് വരുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യം നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമുക്കൊരു ഫീലിംഗ് വരിക, ലൈക്ക് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അനിഷ്ടം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരികയാണ്. അതിനുശേഷം അതനുസരിച്ചിട്ടാണ് നമ്മളുടെ പെരുമാറ്റം വരുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ആദ്യം നമ്മൾക്ക് വരുന്നത് നമ്മുടെ ചിന്തയിലാണ്. ചിന്തയിൽ നിന്ന് നമുക്കൊരു ഫീലിംഗ് വരുന്നു, ആ ഫീലിംഗിനനുസരിച്ചാണ് ബിഹേവിയേഴ്സ് വരുന്നത്. ഇപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ഈ 3 കാര്യങ്ങളെ ആണ് പഠിക്കുന്നത്. സോ ഇതിനകത്ത് കോഗ്നിഷൻ എന്ന് പറയുന്നതാണ് ആ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഹയർ മെന്റൽ പ്രോസസ്സസ് എല്ലാം കോഗ്നിഷനിലാണ് വരിക. നമ്മൾ അറിവ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു മലയാളം വേർഡ് എന്ന് നമ്മൾ പറയുമ്പോൾ. സോ കോഗ്നിഷൻ ഈസ് റെഫേർഡ് ടു ആസ് എ മാനർ ഇൻ വിച്ച് പീപ്പിൾ പ്രോസസ് ഇൻഫർമേഷൻ. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മുടെ അറിവിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. And social psychology studies the cognition that relates to social activities, and that helps us in understanding and predicting our social behaviors. So social psychology also studies the feelings we experience as an individual in our social lives. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചിന്തിക്കുന്നതിനനുസരിച്ച് എന്താ എനിക്ക് ഫീലിംഗ് വരുന്നത്, ഞാൻ ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഫീലിങ്സ് ആണ് എനിക്ക് വരുന്നത്, ആ ഫീലിംഗ് ആണ് നമ്മൾ ഫൈനലി ബിഹേവിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. സോഷ്യൽ സൈക്കോളജി സയന്റിഫിക് ആണ്, അതുപോലെ സോഷ്യൽ സൈക്കോളജി ഇൻഡിവിജ്വൽസിന്റെ തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്, ഇത് 3 നമ്മൾ പഠിക്കുന്നു. Then social psychology studies individuals' behavior in social context. അപ്പം സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് ആണ് നമ്മൾ പഠിക്കുക. ഇപ്പം സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പം അത്
പ്യുവർ സൈക്കോളജിയാണ് പറയുന്നത്. പക്ഷേ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ നമ്മൾ പഠിക്കുന്നു ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം അതാണ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നത്. സോ സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ദ ഇൻഡിവിജ്വൽസ് തോട്ട്സ് ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അതാണ് മൂന്നാമത്തെ കമ്പോണന്റിൽ വരുന്നത്. അപ്പോൾ ഇതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ ഇൻഡിവിജ്വലിന്റെ തോട്ട്സ് ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് പഠിക്കുന്നു. ഈ ബിഹേവിയേഴ്സും ഇതെല്ലാം സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ. സോ ദിസ് കമ്പോണന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പം ഈ കമ്പോണന്റിൽ അപ്പം എന്താ പറയുക, സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും വേറൊരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആ സാഹചര്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മളുടെ ആ ഒരു തേർഡ് പോയിന്റ്, തേർഡ് നേച്ചറിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ social psychology is scientific in nature. Then social psychology studies the individual's thought, feelings and behavior. Then social psychology studies the individual's behavior in social context. Okay. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചറിൽ കർട്ട് ലെവിൻ, ആൻഡ് ഹീസ് കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി. അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ഒരു സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനും അതുപോലെ അതിൻ്റെ ഒപ്പം ആ ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറും. അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് ആ വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പെർട്ടിക്കുലർ സ്വഭാവവും ആ ഇരിക്കുന്ന സോഷ്യൽ സിറ്റുവേഷനും, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ അപ്പോൾ കാണിക്കുന്ന ഒരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ. സോ ബിഹേവിയർ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് ഓർ ഹെർ എൻവയോൺമെന്റ് ഓർ സോഷ്യൽ സിറ്റുവേഷൻ. അടുത്തത് സ്കോപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡെഫിനിഷനാണ് കവർ ചെയ്തത്, ദെൻ നേച്ചർ കവർ ചെയ്തു. അടുത്തത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. So social psychologists have been emphasizes upon the various aspects of attitude. സോഷ്യൽ സൈക്കോളജിയുടെ ഒരു സ്കോപ്പ്, എത്രത്തോളം ഒരു വൈഡ് സ്കോപ്പ് സോഷ്യൽ സൈക്കോളജിയിലുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയുന്നു. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മനോഭാവം. സോ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിൻ്റെ ഒരു ഫോർമേഷൻ, എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോം ചെയ്ത ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ആ ഫോം ചെയ്ത ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും. ലൈക്ക് എനിക്കിപ്പോൾ ഒരു വ്യക്തിയെടുത്ത് ഒരു സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ ഒരു ഡിസ്ലൈക്കായി മാറി. അപ്പം ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ മനസ്സിലാക്കുന്നു. അതുപോലെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ അടുത്തത് സോഷ്യൽ കോഗ്നിഷൻ ആണ്. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ, നമ്മളെങ്ങനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ വേറൊരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതുപോലെ ഓരോ വ്യക്തിയുടെയും ബിഹേവിയേഴ്സിൻ്റെ റീസൺ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതിൽ സ്കീമയുടെ ഒരു റോൾ എന്താണ് സ്റ്റീരിയോ ടൈപ്പ്, ഇതെല്ലാം നമ്മൾ സോഷ്യൽ കോഗ്നിഷനിലാണ് വരുന്നത്. ആൻഡ് ഇതെല്ലാം നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന വിഷയങ്ങളാണ്. അടുത്തത് സോഷ്യൽ ഇൻഫ്ലുവൻസ്, അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളും എങ്ങനെയാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ വരുന്നത്. അപ്പം ആദ്യം നമ്മൾ ആറ്റിറ്റ്യൂഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, സോഷ്യൽ കോഗ്നിഷനെ പറ്റി പഠിക്കുന്നുണ്ട്, സോഷ്യൽ ഇൻഫ്ലുവൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ചില സാഹചര്യത്തിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് ആൻറ്റി സോഷ്യലായിട്ട് പെരുമാറുന്നു. ലൈക്ക് ഹോസ്റ്റിലിറ്റി കാണിക്കുന്നു, അഗ്രസീവായിട്ട് കാണിക്കുന്നു, ദെൻ മറ്റുള്ളവർക്ക് ഒരു പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പെരുമാറുന്നു, മുൻവിധിയോടെ നമ്മൾ ആ വ്യക്തിയെ കാണുന്നു. അപ്പം എന്താണ് ഈ രണ്ട് രീതിയിലും മനുഷ്യർ പെരുമാറാനുള്ള കാരണം എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പെരുമാറുന്നത്, നമ്മളുടെ ഒരു റിയൽ സ്വഭാവം എന്താണ്, ഏത് സാഹചര്യം എങ്ങനെയാണ് അവിടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം. ആ ഒരു വിഷയത്തെ നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ ഓൾട്രൂയിസം എന്ന് നമ്മൾ പറയുന്നുണ്ട്, പ്രോ സോഷ്യൽ വേ. ഓക്കെ, അപ്പം എപ്പോഴാണ് നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ ഒരാളുമായിട്ട് സ്നേഹം തോന്നുക, ഒരു ഇഷ്ടം തോന്നുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ് നേരെ തിരിച്ച് നമുക്ക് തോന്നുന്നത് എന്നുള്ളത്.
Then social psychologists have vastly studied various phenomena. അതുപോലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പിൻ്റെ ഒരു ഡൈനമിക്സ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു കോമ്പസിഷൻ എങ്ങനെയാണ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പം സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒന്ന് ആറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു, ദെൻ സോഷ്യൽ കോഗ്നിഷൻ മനസ്സിലാക്കുന്നു, സോഷ്യൽ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കുന്നു, ദെൻ അതുപോലെ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കുന്നു, ഗ്രൂപ്പും അതുപോലെ ഗ്രൂപ്പിൻ്റെ ഡൈനമിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ വാട്ട് ഡു സോഷ്യൽ സൈക്കോളജി സ്റ്റഡി, നമ്മൾ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത്, അതാണ് നേരത്തെ പറഞ്ഞ സ്കോപ്പ് തന്നെയാണ്. അതൊരു ചെറിയൊരു ബോക്സിൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് സ്റ്റഡീസ് why we are often helpful to others people and why we may be unfriendly or aggressive at other times. ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരു സമയത്ത് നമ്മൾ തികച്ചും ഒരു ഒരു അറിവുമില്ലാത്ത അല്ലെങ്കിൽ വളരെ അൺഫ്രണ്ട്ലി ആയിട്ട്, ഒട്ടും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അതുപോലെ വളരെ അഗ്രസീവായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പെരുമാറുന്നു. എന്തുകൊണ്ടാണ് ഇത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് സോഷ്യൽ സൈക്കോളജിയിൽ. അതുപോലെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു നഷ്ടം നമ്മളിൽ എന്താണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നു. അതുപോലെ എന്ത് ഫാക്ടേഴ്സാണ് നമ്മളെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, എന്താണ്, വേറൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ഇതാണ് എനിക്ക് പറ്റിയ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കുന്നു എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ ഒരു പർച്ചേസിങ് പവർ അല്ലെങ്കിൽ പർച്ചേസിങ് മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് നമ്മളതിനെ പറയുക. ദെൻ സ്ത്രീകളും പുരുഷന്മാരും അവര് ഈ രണ്ട് കൂട്ടരും എങ്ങനെയാണ് സോഷ്യൽ സെറ്റിങ്സിൽ അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു അഗ്രഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും ബോയ്സ് ആണ് അല്ലെങ്കിൽ മെയിൽസ് ആണ് കമ്പയർഡ് ടു ഫീമെയിൽസ് കൂടുതൽ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഫീമെയിൽസ് ആണ് കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സോഷ്യൽ സെറ്റിങ്സിൽ നമ്മളുടെ മെന്നിൻ്റെയും വിമൻ്റെയും ബിഹേവിയേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. Then it study what makes some people more likely to engage in environmentally friendly behaviors than others. അപ്പം ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ സൈക്കോളജി. അപ്പം എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമ്മൾ പെരുമാറുന്നു, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പെരുമാറുന്നത്. ചില സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ പെരുമാറാതെയും ഇരിക്കുന്നു കൺഫോമിറ്റി ബേസിസിൽ. അപ്പം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. Then study how someone might choose to risk their life to save that of a complete stranger. അപ്പോൾ ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് പോലും ഒരു റിസ്കിൽ ആക്കിക്കൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എപ്പോഴാണ്, അപ്പം ഏതൊരു സാഹചര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിനെ പറ്റിയിട്ടും ഓൾട്രോയിസ്റ്റിക് ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻ്റ് ആണ്, അതിൻ്റെ ഒരു ചരിത്രമാണ്, ഈ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ചരിത്രമാണ് പറയുന്നത്. അതിലാദ്യം വരുന്നത് ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പം ഇതിൽ നമുക്കറിയാം എന്തും ആദ്യം നമ്മുടെ ചിന്തയിലാണ് വരുന്നത് അല്ലേ. ആദ്യം നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചതിന് ശേഷം ചിന്തിച്ചത് ശരിയാണോ എന്നറിയാനായിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തും. എക്സ്പെരിമെൻറ്റ്സിലൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു തിയറി ഫോം ചെയ്യും. അപ്പോൾ ആ തിയറി ഫോം ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരു ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കും, അതുവഴി കൺട്രോൾ ചെയ്യാനും സഹായിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആദ്യം ചിന്തയിലാണ് വരുന്നത്. അപ്പം ചിന്തയിൽ വരുമ്പം അതിനൊരു ഏർലിയർ റൂട്ട്, സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഏർലിയർ റൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഹെഗലിൻ്റെ ഒക്കെ റോളാണ് പറയുന്നത്. അപ്പോൾ ഒരു അൾട്ടിമേറ്റ് ഫോം ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് മാത്രമല്ല, സ്റ്റേറ്റ് ഈസ് നോട്ട് ഓൺലി ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് സൊസൈറ്റി ബട്ട് ദ ഇൻകാർണേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. ഓരോ വ്യക്തിയുടെയും ഒരു സോഷ്യൽ മൈൻഡ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് മൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഇൻഡിവിജ്വൽ മൈൻഡ്സിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ഒരു കളക്റ്റീവ് മൈൻഡ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽ മൈൻഡ്സ് ചേർന്നിട്ടാണ് കളക്റ്റീവ് മൈൻഡ് വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആദ്യം ചിന്തകളാണ് വരുന്നത്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ബുക്സ് ഉണ്ട്. അതാണ് ഏറ്റവും ഏർലിയർ ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത്. ഒന്ന് വില്യം മെക്ഡോഗൽ ഒരു ബുക്കും രണ്ടാമത്തത് റോസിൻ്റെ ബുക്കും. അപ്പം മെക്ഡോഗലിൻ്റെ ബുക്ക് ആൻ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, ദെൻ റോസിൻ്റെ ബുക്ക്
സോഷ്യൽ സൈക്കോളജി. അപ്പം ഇതിനകത്ത് റോസ് കൂടുതലും യൂണിഫോമിറ്റീസ് അല്ലെങ്കിൽ കളക്റ്റീവ് മൈൻഡ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെങ്കിൽ മെക്ഡവൽ ഇൻബോൺ ആയിട്ടുള്ള ഇൻസ്റ്റിങ്സിനെ പറ്റിയിട്ടും പ്രൈമറി ഇൻസ്റ്റിങ്സിനെ പറ്റിയിട്ടും ഒക്കെയാണ് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഏർലിയർ ബുക്സ് എന്ന് നമ്മൾ പറയുന്നത് സോഷ്യൽ സൈക്കോളജിയിൽ. Then at the end of 19th century and the beginning of 20th century, അപ്പം ആ ഒരു സമയത്താണ് സോഷ്യൽ സൈക്കോളജി ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ മെഷർ ചെയ്യണം. അതായത് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണോ, അതുപോലെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ്, ഇതിനെയെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യണം, അനലൈസ് ചെയ്യണം, ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഒരു മെഷറബിൾ ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം എന്നുള്ള ഒരു രീതിയിൽ വന്ന്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ലീപ്സിക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. വില്യം വൂണ്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഹീ ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. അപ്പം അവിടെ ഈ ലബോറട്ടറി സെറ്റിങ്ങിൽ പല എക്സ്പെരിമെന്റ്സും നടത്തി വന്നു എന്നാണ് പറയുന്നത്. And meantime, the behaviorist John Watson, he published his classic scientific manifesto for psychology in 1913. Okay. അതിനുശേഷം 1924 വാട്സൺ, അതുപോലെ ഫ്ലോയിഡ് ഓൾപോർട്ട്, ഇവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആ ഒരു സമയത്ത് വന്നിരുന്നു. ദെൻ ഗാർഡനർ, മർഫി, ലൂയിസ് മർഫി ഫെൽറ്റ് ജസ്റ്റിഫൈഡ് ഇൻ പ്രൊഡ്യൂസിങ് എ ബുക്ക്. അപ്പോൾ ഒരു ബുക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അത് എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജി എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അതുപോലെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് സോഷ്യൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുന്നത് നോർമൻ ട്രിപ്ലറ്റിന്റെ ഒരു എക്സ്പെരിമെന്റിനെയാണ്. ആൻഡ് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ക്യാൻ പുട്ട് മോർ എഫേർട്ട് ഇൻ ടു എ ടാസ്ക് വെൻ അതർ പീപ്പിൾ ആർ പ്രസന്റ് ആസ് ഒബ്സർവേഴ്സ് ഓർ കോമ്പറ്റീറ്റേഴ്സ്. അപ്പം നോർമൻ ട്രിപ്ലറ്റ് അത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അത് മറ്റുള്ളവരുടെ പ്രസൻസ് എങ്ങനെ നമ്മളുടെ ഒരു ബിഹേവിയറിനെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതെല്ലാം ഏർലിയർ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി നമ്മൾ പറയുന്നു. ദെൻ അടുത്തത് ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി, അടുത്ത ഒരു ഇറയാണ് വരുന്നത്. അപ്പോൾ അത് 1940s 1950s ആ സമയത്താണ് കേർട്ട് ലെവിൻ എന്ന് പറയുമ്പോൾ ഹീസ് കൺസിഡേഴ്സ് എ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി. ആൻഡ് ലിയോൺ ഫെസ്റ്റിഞ്ചർ. ആൻഡ് ഇവർ രണ്ടുപേരുമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സോഷ്യൽ സൈക്കോളജി ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന ആളുകൾ. ആൻഡ് ഹി ഡെവലപ്ഡ് മെനി ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ഓഫ് ദ ഡിസിപ്ലിൻ ഇൻക്ലൂഡിങ് എ ഫോക്കസ് ഓൺ ഡൈനമിക് interactions. Then Festinger edited a book called Research Methods in Behavioral Sciences, which stressed the need of scientific measurement. അപ്പോൾ സയന്റിഫിക് മെഷർമെന്റ് ഒരു ആവശ്യമുണ്ട് എന്നും അതിനുവേണ്ടി ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യാം, അങ്ങനെ ഒരു റിസർച്ച് ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഫൈനലി അത് നമുക്കൊരു പ്രഡിക്റ്റബിൾ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നെല്ലാം അവർ മനസ്സിലാക്കി. സോ 1940s and 1950s ഇത് സംഭവിക്കുന്നത്. അത് ഡ്യൂറിങ് ദ ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ദെൻ പിന്നെ വേൾഡ് വാർ സെക്കൻഡ് വന്ന സമയത്ത് ആണ് മുസാഫിർ ഷെറീഫ്, അതുപോലെ സോളമൻ ആഷിന്റെ കൺഫോമിറ്റി എക്സ്പെരിമെന്റ് ഉണ്ട്. ദെൻ ഒബീഡിയൻസിന്റെ എക്സ്പെരിമെന്റ്, മിൽഗ്രമിന്റെ ഒബീഡിയൻസ് എക്സ്പെരിമെന്റ്, ദെൻ ഫിലിപ്പ് സിംബാർഡോയുടെ എക്സ്പെരിമെന്റ്. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ്, വേൾഡ് വാർ സെക്കൻഡിന്റെ ആ ഒരു ടൈമിലാണ് വന്നത്. ദെൻ എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി, അതാണ് മൂന്നാമത്തെ ഇറയായിട്ട് പറയുന്നത്. ലൈക്ക് അപ്പോൾ ഏർലി ഇയേഴ്സ്, ദെൻ ഫോർമേഷൻ ഇയേഴ്സ്, ദെൻ expansion of social psychology. അപ്പോൾ സോഷ്യൽ സൈക്കോളജി ഇസ് ഫർദർ എക്സ്പാൻഡഡ് ഓൺ അതർ ടോപ്പിക്സ്. പല വേറെ വിഷയങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റിലൂടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ജോൺ ഡാർലി ആൻഡ് ബിബ്ലാറ്റിന്റെ എക്സ്പെരിമെന്റ്. സോ വെൻ പീപ്പിൾ ഡു ആൻഡ് ഡു നോട്ട് ഹെൽപ്പ് അതേഴ്സ് ഇൻ എപ്പോഴാണ് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കാതിരിക്കുന്നത്. അപ്പം അത് പ്രോ സോഷ്യൽ ബിഹേവിയർ, ദെൻ ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്, ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ലിയോണാർഡ് ബെർക്കോവിറ്റ്സ്, അദ്ദേഹം ഹ്യൂമൻ അഗ്രഷന്റെ എക്സ്പെരിമെന്റ്സ് നടത്തി. ദെൻ ഗോർഡൻ ആൽപോർട്ട്, മുസാഫിർ ഷെറീഫ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസിനെ പറ്റിയിട്ടും, അതുപോലെ സ്റ്റീരിയോടൈപ്സ്, പ്രെജുഡിസ്, ഡിസ്ക്രിമിനേഷൻ, ഇതിന്റെ ഒരു ഒക്കറൻസും എങ്ങനെ നമുക്കത് റെഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദെൻ പെർസ്വേഷനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ്, ദെൻ ഫെസ്റ്റിഞ്ചറിന്റെ കോഗ്നിറ്റീവ് ഡിസനൻസിനെ പറ്റിയിട്ട് ഇതെല്ലാം നമ്മൾ ആ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിച്ചു.
ദെൻ ലേറ്റ് 20th സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ ഡ്യൂ ടു അഡ്വാൻസസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഫോക്കസ് ഓഫ് സോഷ്യൽ സൈക്കോളജി കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ബേസിലേക്ക് വന്നു. അപ്പം ആദ്യം സോഷ്യൽ സൈക്കോളജി പ്യുവർ സോഷ്യൽ സൈക്കോളജി ലെവലിൽ നിന്ന് ഒരു കോഗ്നിറ്റീവ് ബേസിസ്, അതായത് നമ്മളിൽ എങ്ങനെ നമ്മൾ വേൾഡിനെ കാണുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നോളജും അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിങ്കിങ്ങിനെയും ആസ്പദമാക്കിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. സോ ദ സോഷ്യൽ കോഗ്നിറ്റീവ് അപ്രോച്ച് ഹാസ് ബീൻ ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഹൗ അവർ നോളജ് about our world develops and how it influences our social thinking and behaviors. Then social psychology 21st സെഞ്ചുറിയിലേക്ക് ആയപ്പോൾ അപ്പോഴും നമുക്ക് സോഷ്യൽ ന്യൂറോ സയൻസ്, അപ്പം അതിനകത്ത് പറയുന്നത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഒരു സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് സോഷ്യൽ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ബിഹേവിയറിനെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ബോത്ത് ഇൻഫ്ലുവൻസസ് ആൻഡ് ഈസ് ഇൻഫ്ലുവൻസ്, അപ്പോൾ അതുപോലെ സോഷ്യൽ ബിഹേവിയേഴ്സ് എങ്ങനെ ബ്രെയിനിൽ ഒരു ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ സോഷ്യൽ ന്യൂറോ സയൻസിൽ പഠിക്കുന്നത്. അതൊരു എമർജിങ് ഫീൽഡായിട്ട് 21st സെഞ്ചുറിയിലാണ് അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വന്നത്. ആൻഡ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആർ കൺസിസ്റ്റൻ്റ്ലി സെർച്ചിങ് ന്യൂ മെത്തേഡ്സ് ടു മെഷർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ദ ഫീൽഡ് കണ്ടിന്യൂസ് ടു ഇവോൾവ്. ദെൻ സോഷ്യൽ സൈക്കോളജി ഇന്ത്യയിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു പ്രാധാന്യം പറയുന്നത് 1928 ഫസ്റ്റ് ബുക്ക് വന്നത്. ഇപ്പം 1924 മെക്ഡഗലിൻ്റെയൊക്കെ ഒരു ടൈമിൽ നമ്മൾ പറയുന്നത്. ദെൻ 28 നമ്മളുടെ ഒരു ഫസ്റ്റ് ബുക്ക് ഇറങ്ങിയത് സോഷ്യൽ സൈക്കോളജിയിൽ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ നരേന്ദ്രനാഥ് സെൻഗുപ്ത. And he was the first chairman of first department of psychology at the Calcutta University in association with an eminent sociologist Radha Kamal Mukherjee. Then Jamuna Prasad ബാർലയുടെ റീകൺസ്ട്രക്റ്റീവ് മെമ്മറി ഓഫ് ഇവൻറ്റ്സ് ആ ഒരു സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷനെ ബേസ് ചെയ്തിട്ട് ഹി സ്റ്റഡി ദ ഫേമസ് എർത്ത് ക്വേക്ക് ഇൻ ബീഹാർ in 1934 and he collected and analyzed more than 35,000 rumors. അപ്പം ഒരു എർത്ത് ക്വേക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് റൂമേഴ്സ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റഡിയിൽ പറയുന്നത്. And he published this work in the British Journal of Psychology in 1935. This and the later work of Durganand Sinha, അപ്പം അദ്ദേഹത്തിൻ്റെ വർക്കും ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. Was reported by Festinger as the basis of formulating his theory. അപ്പം കോഗ്നിറ്റീവ് ഡിസനൻസിനെ പറ്റിയിട്ട് ഫെസ്റ്റിഞ്ചർ ഒരു തിയറി ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, ദുർഗാനന്ദ് സിൻഹയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദെൻ പിന്നീട് ഒരു ലേറ്റർ ഇയേഴ്സിലേക്ക് വന്നപ്പം ഇന്ത്യൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ദേ കണ്ടിന്യൂഡ് വർക്കിംഗ് ഇൻ ദ ഏരിയാസ് ഓഫ് പ്രിജുഡിസ്, സ്റ്റീരിയോടൈപ്സ് ആൻഡ് ദ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ആൻഡ് ലാർജ് സ്കെയിൽ സർവേസ് കണ്ടക്ട് ചെയ്തു regarding attitude measures. Then Adi Narayan, he conducted studies on racial and communal attitudes and on caste attitude. Okay. Then social psychologists further explored the areas of intergroup relations. എങ്ങനെയാണ് intergroups relations വർക്ക് ചെയ്യുന്നത്, അതുപോലെ റിലേറ്റീവ് ഡിപ്രിവേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇൻഗ്രേഷ്യേഷൻ എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നത്, ദെൻ ലീഡർഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇൻ വിച്ച് ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഓൺ ഇൻഡിവിജ്വൽ ബിഹേവിയർ വാസ് ഇൻവെസ്റ്റിഗേറ്റഡ്. അതുപോലെ തന്നെ സെൽഫിനെ പറ്റിയിട്ടും സയൻസിനെ പറ്റിയിട്ടും നാഷണാലിറ്റി, ഐഡൻറ്റിറ്റി ആൻഡ് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടും നമ്മുടെ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാമാണ് ഇന്ത്യൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അടുത്തത് സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ. സോഷ്യൽ സൈക്കോളജി മറ്റു ഡിസിപ്ലിൻസ് ആയിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം സോഷ്യൽ സയൻസ്, അതർ സോഷ്യൽ സയൻസ് സബ്ജക്ട്സുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൾച്ചർ. ഇപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഹേവിയർ, ഒരു പെർട്ടിക്കുലർ കൾച്ചർ കോണ്ടെക്സ്റ്റിൽ ഒരു ബിഹേവിയറിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെയാണ് ആന്ത്രോപോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ളൊരു കണക്ഷൻ വരുന്നത്. അടുത്തത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്. അപ്പം എങ്ങനെയാണ് ആളുകൾ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നത്, അതും ആ ഒരു പെർട്ടിക്കുലർ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരുടെ ബിഹേവിയേഴ്സും എങ്ങനെയാണ്, അപ്പം ഇത് എങ്ങനെയാണ് ലാംഗ്വേജുമായിട്ട് കണക്റ്റഡ്. അപ്പം നമ്മളിപ്പം ഒരു ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അപ്പം ആ ഒരു വ്യക്തിയും അല്ലാത്ത ഒരു ഫോർമൽ
എപ്പോഴും ഫോമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്ന വ്യക്തിയും ഇവർ തമ്മിലൊക്കെ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ലാംഗ്വേജ് യൂസസ് എങ്ങനെയാണ് ബിഹേവിയേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. ദെൻ അടുത്തത് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുമ്പം അവിടെ ഒരു ലേബർ മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മണി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അപ്പോൾ ഒരു കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. അപ്പം ഈ എക്കണോമിക്സും സോഷ്യൽ സൈക്കോളജിയും ആ രീതിയിലാണ് ഒരു കണക്ഷൻ വരുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം ഇതില് പൊളിറ്റിക്കൽ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എങ്ങനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മൾ എന്തുകൊണ്ട് വോട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ വേറൊരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മൾ എന്തുകൊണ്ട് വോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ വോട്ടിംഗ് ബിഹേവിയറിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ പൊളിറ്റിക്സിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ബിഹേവിയേഴ്സ്, ഇൻഡിവിജ്വൽസിൻ്റെയും അതുപോലെ ഗ്രൂപ്പിൻ്റെയും ബിഹേവിയേഴ്സ് ആണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുക. സോ പാർട്ടി ഐഡന്റിഫിക്കേഷൻ, ദ ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് വ്യൂസ്, പൊളിറ്റിക്കൽ അഡ്വർടൈസിങ്, ഇതെല്ലാം അതിനകത്ത് വരുന്നു. And are also interested in what makes some people better leaders than others. So anthropology, social linguistic, economics, political science, then അടുത്തത് sociology. അപ്പോൾ sociology എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പം ഈ സോഷ്യോളജിസ്റ്റും അതുപോലെ സോഷ്യൽ സൈക്കോളജിസ്റ്റും ഇവർ രണ്ട് കൂട്ടർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ ആളുകളുടെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പുമായിട്ടുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രൂപ്പിനാണ് കൂടുതൽ ഫോക്കസ് എങ്കിൽ സോഷ്യൽ സൈക്കോളജിസ്റ്റിൽ ആ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന മെമ്പേഴ്സിന്, ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ബ്രാഞ്ചസ് ഇൻ സൈക്കോളജി. മറ്റത് സോഷ്യൽ സയൻസസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള തമ്മിലുള്ള കണക്ഷൻസ് ആയിരുന്നു. ഇത് അതർ ബ്രാഞ്ചസ്, സൈക്കോളജിയിൽ തന്നെയുള്ള അതർ ബ്രാഞ്ചസും സോഷ്യൽ സൈക്കോളജിയും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളത്. സോ സോഷ്യൽ സൈക്കോളജി ആൻഡ് ബയോളജിക്കൽ സൈക്കോളജി തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. സോ സോഷ്യൽ സൈക്കോളജിയിൽ, ബയോളജിക്കൽ സൈക്കോളജിയിൽ നമ്മൾക്കറിയാം ഒരു ബിഹേവിയറിന്റെ ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സോഷ്യൽ ബിഹേവിയറിന്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ അതിനകത്ത് പഠിക്കുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് എമേർജിങ് ഫീൽഡ്, അല്ലെങ്കിൽ റീസെന്റ് എമേർജ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ ന്യൂറോ സയൻസ്, രണ്ട് സോഷ്യൽ സൈക്കോ ഫിസിയോളജി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സോഷ്യൽ സൈക്കോളജി ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബ്നോർമൽ ബിഹേവിയേഴ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ നോർമൽ ബിഹേവിയറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള ഐഡിയാസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് സോഷ്യൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം പറയുന്നത്. അതായത് അടുത്തത് സോഷ്യൽ സൈക്കോളജി ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ബന്ധമാണ് പറയുന്നത്. അപ്പം എങ്ങനെ ഒരു സോഷ്യൽ ലൈഫ്സ് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ്സ് വരുമ്പം അവിടെ ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക തിങ്കിങ് പ്രോസസ്സാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അതാണ് സോഷ്യൽ സൈക്കോളജി ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത്. ദെൻ അടുത്തത് സോഷ്യൽ സൈക്കോളജിയും ഡെവലപ്മെന്റൽ സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ സൈക്കോളജിസ്റ്റ് നമുക്കറിയാം അവര് സെൽഫ് റെഗുലേഷൻ എന്നെ പറ്റി നമ്മൾ പഠിക്കുന്നു. ദെൻ ഇമോഷൻ, ജെൻഡർ ഡിഫറൻസ്, ഹെൽപ്പിംഗ് ബിഹേവിയർ, ആന്റി സോഷ്യൽ ബിഹേവിയർ, ഇതിനെല്ലാം പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇത് ഒരു കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് ഈ ഒരു ബിഹേവിയേഴ്സിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ കുട്ടിയിൽ സംഭവിക്കാം, ഇതൊക്കെയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും വരുന്ന സോഷ്യൽ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, അപ്പം അതനുസരിച്ച് നമ്മൾ സെൽഫ് റെഗുലേഷനും ഇമോഷനും ജെൻഡർ ഡിഫറൻസ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സും ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജിയും ഡെവലപ്മെന്റൽ സൈക്കോളജിയും ആയിട്ടുള്ളൊരു കണക്ഷൻ പറയുന്നത്. ദെൻ അടുത്തത് സോഷ്യൽ സൈക്കോളജി ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജി. ഇപ്പോൾ പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പം ഹി ലുക്ക് ഇൻസൈഡ് ദ പേഴ്സൺ, ആ പേഴ്സന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന ഒരവസ്ഥയാണ്. ആൻഡ് വേറെ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ
ലുക്ക് ഔട്ട്സൈഡ് അറ്റ് ദ സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, ഇപ്പോൾ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ നമ്മൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ആ വ്യക്തിക്ക് ആ നിമിഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ, സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പം ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷനെയാണ് നമ്മൾ അവിടെ കൂടുതലും എംഫസിസ് കൊടുക്കുന്നത്. സോ ഇൻ റീസെന്റ് ഇയേഴ്സ് ദ ലൈൻ ബിറ്റ്വീൻ ദീസ് ടു ഫീൽഡ്സ് has become overlapping as social psychologists have come to recognize the importance of inner processes and personality psychologists have come to recognize the importance of circumstances or situation. അപ്പം ഇപ്പം ഈ രണ്ട് ഫീൽഡ്സ്, അതായത് സോഷ്യൽ സൈക്കോളജി, പേഴ്സണാലിറ്റി സൈക്കോളജി, ഈ രണ്ട് ഫീൽഡ്സും കുറച്ചൊരു ഓവർലാപ്പിംഗ് ആയിട്ടാണ് കാണുന്നത്. അതായത് സോഷ്യൽ സൈക്കോളജിസ്റ്റും മനസ്സിലായി ഇന്നർ പ്രോസസ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന്, അതുപോലെ പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റും മനസ്സിലാക്കി ഒരു സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ അതാണ് സോഷ്യൽ സൈക്കോളജി ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്നത് സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസിൽ ആദ്യമേ സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ്, അതിൽ ആന്ത്രപ്പോളജി, സോഷ്യോ ലിംഗ്വിസ്റ്റിക്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, then sociology, then other branches of psychology പറയുന്നത് social psychology and biological psychology ആയിട്ടുള്ള കണക്ഷൻ, social psychology and clinical psychology ആയിട്ടുള്ള കണക്ഷൻ, social psychology and cognitive psychology ആയിട്ടുള്ള കണക്ഷൻ, then social psychology and developmental psychology, finally social psychology and personality psychology. ഓക്കെ, അപ്പം ഇത്രയാണ് മേജർ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഫീൽഡ്സുമായിട്ടുള്ള സോഷ്യൽ സൈക്കോളജി ഡിസിപ്ലിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞത്. അടുത്തത് ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. അപ്പം നമ്മൾ സോഷ്യൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുമ്പം ഏതൊക്കെ ലെവലിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു സോഷ്യൽ ബിഹേവിയറിനെ. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ ഇൻട്രാ പേഴ്സണൽ ലെവൽ അനാലിസിസ്. അതായത് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ കാണുന്നു, എൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ എൻ്റെ ബിലീഫ്സ് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റം, എൻ്റെ കൾച്ചർ, അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സോഷ്യൽ ഡീവിയൻസ്, ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ നിന്ന് ഒരു ഡീവിയൻസ് വരുമ്പോൾ ഞാനത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു. അതുപോലെ ഒരു വയലന്റ് ബിഹേവിയർ ഒരു വ്യക്തി കാണിച്ചാൽ എന്താണ് അതിൻ്റെ കാരണം, ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു വയലന്റ് ബിഹേവിയർ കാണിച്ചു, എന്തുകൊണ്ട് ഞാൻ ആ ഒരു വയലന്റ് ബിഹേവിയർ കാണിച്ചു എന്നുള്ളത്. അപ്പം എല്ലാം ഇൻട്രാ പേഴ്സണൽ, വിതിൻ ദ പേഴ്സൺ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാ പേഴ്സണൽ ലെവൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതാണ് ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയറിൽ ഫസ്റ്റ് വരുന്നത്. അടുത്തത് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ. അപ്പം ഇവിടെ ഇന്റർപേഴ്സണൽ ലെവലിൽ നമ്മളെ ഇന്ററാക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തി ഞാനും ആയിട്ട് വരുന്ന ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പും വ്യക്തിയും ഞാനും ആയിട്ട് വരുന്ന ഇന്ററാക്ഷനാണ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ എന്ന് പറയും. അപ്പം ഞാൻ ആ വ്യക്തിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് വരിക, ഞാൻ ആ വ്യക്തിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എൻ്റെ പെർട്ടിക്കുലർ ബിഹേവിയർ എങ്ങനെയാണ് വരിക. അപ്പം ആ വ്യക്തിയെ ഞാൻ എന്തുകൊണ്ട് സഹായിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ആ വ്യക്തിയായിട്ട് അടിയുണ്ടാക്കുന്നു, അല്ലെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഒരു മുൻവിധിയോടെ ഞാൻ ആ വ്യക്തിയെ കാണുന്നു, അല്ലെ എന്തുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആ വ്യക്തിയെ മനസ്സിലാക്കുന്നു. ദെൻ ആ മുൻവിധിക്ക് അനുസരിച്ച് ഞാൻ എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റി നിർത്താതെ എന്തുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ കൂടെ ചേർത്ത് നിൽക്കുന്നു. അപ്പം ഇതെല്ലാം ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസിൽ വരുന്നു. അടുത്തത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. അപ്പം ഒരു ഗ്രൂപ്പ് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ഒരു ഗ്രൂപ്പിനെ എഫക്റ്റ് ചെയ്യുന്നു, അതാണ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അവിടെ ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ഷൻ വരുന്നത്. അപ്പം അവിടെ കോപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും. ഒരു കോമ്പറ്റീഷൻ വന്നാൽ ഞങ്ങളുടെ ഗ്രൂപ്പും ആ ഒരു ഗ്രൂപ്പും തമ്മിൽ എങ്ങനെയാണ് പെരുമാറുക. ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഏത് രീതിയിലായിരിക്കും നമ്മളുടെ അനാലിസിസ് വരുന്നത്. അപ്പം ഇത്രയും നമ്മൾ 3 രീതിയിൽ നമ്മൾ സോഷ്യൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, ഇൻട്രാ പേഴ്സണൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് അപ്പം സംഭവിക്കുന്നത്, അതാണ് ഇൻട്രാ പേഴ്സണൽ ലെവൽ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ, ദെൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, ദെൻ ഫൈനലി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ഇങ്ങനെ 4 ലെവലിലാണ് സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ മനസ്സിലാക്കുന്നത്.
അടുത്തത് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി. അപ്പോൾ സോഷ്യൽ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന തിയറീസ് എന്താണെന്നുള്ളത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയർ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനൊരു തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ മേജറായിട്ട് 2 അപ്രോച്ചസ് ആണ് വരുന്നത്. ഒന്ന് ലേണിംഗ് തിയറീസ്, 2 കോഗ്നിറ്റീവ് തിയറീസ് ആണ് പറയുന്നത്. സോ ദർ ആർ 2 major theoretical approaches in social psychology: learning theories and cognitive theories. Then theoretical approaches to social psychology. ഞാൻ പറഞ്ഞു 2 തിയറീസ് വന്നു. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ലേണിംഗ് തിയറി, രണ്ടാമത് വരുന്നത് കോഗ്നിറ്റീവ് തിയറിയാണ്. സോ എന്താണ് ലേണിംഗ് തിയറി എന്ന് നോക്കാം. എ പേഴ്സൺസ് കറന്റ് ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഹിസ് ഓർ ഹർ പ്രയർ എക്സ്പീരിയൻസ്. അപ്പം എൻ്റെ പ്രയർ എക്സ്പീരിയൻസ്, എനിക്ക് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിവുണ്ടോ, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടോ, അതിനനുസരിച്ചിട്ട് എൻ്റെ ബിഹേവിയർ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ട്രാഫിക് ലൈറ്റ്, അപ്പം എന്തുകൊണ്ട് റെഡ് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, അപ്പം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അറിവുണ്ടാവും, ഞാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ആ ഒരു റെഡ് സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം എൻ്റെ ലേണിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രയർ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ലേണിംഗ് തിയറിയിൽ വരുന്നത്. അപ്പം അതിൽ മേജറായിട്ട് നമ്മൾ 3 തിയറീസാണ് പഠിക്കുക. നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ലേണിംഗ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, 2 റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് 3 ഒബ്സർവേഷൻ ലേണിംഗ്. അപ്പം ഓൾറെഡി ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന സ്റ്റിമുലസ്, ആ സ്റ്റിമുലസിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ ഒരു കണ്ടീഷൻ ലെവലിലുള്ള റെസ്പോൺസ് വരികയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിൽ എന്ന് പറയുമ്പം ആദ്യം പട്ടി ഇത് വരുന്നു, സലൈവ വരുന്നു, ഫുഡ് വരുന്നു, സലൈവ വരുന്നു. ഫുഡിന് കാണുമ്പോൾ തന്നെ സലൈവ വരുന്നു. ദാറ്റ് ഇസ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് ഫുഡ്. അത് വന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സലൈവേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഫുഡ് എത്തുന്നതിന് മുന്നേ ഒരു ബെല്ലടിക്കുകയാണ് ചെയ്യുന്നത്. സോ ബെല്ലടിച്ചു, ഫുഡ് വന്നു, സലൈവേറ്റ് ചെയ്തു. ദെൻ വീണ്ടും ബെല്ലടിച്ചു, ഫുഡ് വന്നു, സലൈവേറ്റ് ചെയ്തു. ബെല്ലടിച്ചു, ഫുഡ് വന്നു, സലൈവേറ്റ് ചെയ്തു. പിന്നെ ബെല്ലടിക്കുമ്പോൾ തന്നെ ഈ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ബെല്ലെന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, പക്ഷെ അൺകണ്ടീഷണൽ സ്റ്റിമുലസുമായിട്ട് അത് പെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സെയിം ലെവൽ ഓഫ് റെസ്പോൺസ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പം ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇതനുസരിച്ച് നമ്മൾ ഓരോ ബിഹേവിയേഴ്സും നമ്മൾ പഠിക്കുന്നതിന് ഈ ക്ലാസിക്കൽ കണ്ടീഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ അടുത്ത ലേണിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പണിഷ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഞാനൊരു പെർട്ടിക്കുലർ ആക്ട് ചെയ്തതിന് ശേഷം എനിക്ക് അതിനോട് ചേർന്നിട്ട് എനിക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് ഉണ്ടായതെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയർ ഞാൻ വീണ്ടും കാണിക്കുന്നു. ഇനി ഞാനൊരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത്തരത്തിലുള്ള ബിഹേവിയർ വീണ്ടും കാണിക്കാനുള്ള ചാൻസസ് അവിടെ കുറവായിരിക്കും. സോ പീപ്പിൾ ലേൺ ടു പെർഫോം എ പെർട്ടിക്കുലർ ബിഹേവിയർ ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സംതിങ് ദാറ്റ് ഈസ് പ്ലഷറബിൾ or pleasant or that satisfies a need, okay, or they learn to avoid behavior. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ പഠിച്ചെടുക്കും, കാരണം അത് പഠിച്ചാൽ എനിക്ക് മെച്ചമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഞാൻ വേണ്ടെന്ന് വെക്കണം, കാരണം അതിൻ്റെ പുറകെ അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പലതും പഠിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ലേണിംഗ് മെക്കാനിസമായ റീഇൻഫോഴ്സ്മെന്റിൽ പറയുന്നത്. ദെൻ അടുത്തത് തേർഡ് മെക്കാനിസം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ലേണിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് ആയിക്കോട്ടെ, ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, എന്തും നമ്മൾ മറ്റുള്ളവരെ വാച്ച് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമ്മൾ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. സോ പീപ്പിൾ ഓഫൺ ലേൺ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് സിംപ്ലി ബൈ വാച്ചിങ് അതർ പീപ്പിൾ. മറ്റുള്ളവരെ കണ്ട് അവരെ നമ്മളൊരു മോഡലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ, എന്നിട്ട് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഒരു എത്നിക് സ്പീച്ച് പാറ്റേൺ എങ്ങനെയാണ്, അവരുടെ റീജിയണൽ
രീതി എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നതെന്നാണ് പറയുന്നത്. അല്ല അത് കണ്ട് അതേ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 തരത്തിലും നമ്മളുടെ ലേണിംഗ് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം 1 ക്ലാസിക്കൽ കണ്ടീഷനിങ്, 2 ഓപ്പറന്റ് കണ്ടീഷനിങ്, അതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. 3ാമത്തെ ഒബ്സർവേഷൻ ലേണിംഗ് എന്നാണ് പറയുക. ദെൻ അതുപോലെ റീഇൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി എന്ന് പറയുന്നത്. അപ്പം ഇത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് പോകുന്നത്, എങ്ങനെയാണ് അതിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇസ് ബേസ്ഡ് ഓൺ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി. അപ്പം എല്ലാ വ്യക്തികൾക്കും ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതുപോലെ ഓൾട്ടർനേറ്റീവ് ആക്ഷൻസിൽ നിന്ന് ഏത് ആക്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം എല്ലാവരിലും ഉണ്ട്. അപ്പം ഇൻഡിവിജ്വൽസ് എപ്പോഴും ഒരു കളക്ടിവിസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദേ ട്രൈ ടു മാക്സിമൈസ് റിവാർഡ്. അപ്പൊ മാക്സിമം റിവാർഡ് കിട്ടുക മിനിമം കോസ്റ്റ് വരുന്ന രീതിയിൽ. അപ്പം ആ രീതിയിലാണെങ്കിൽ അവര് അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് അവർ കൂടുതൽ കാലം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ് പറയുന്നത്. സോ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു സ്റ്റേ വിത്ത് എ സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ റിവാർഡ്സ് ഹൈ ആയിട്ടും അതുപോലെ കോസ്റ്റ് ലോവും ആണെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയറിൽ എക്സിസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കാനോ അല്ലെ അതിൽ തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കാനോ ഉള്ള സാധ്യത കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഓൾട്ടർനേറ്റീവ്സ് ആർ അൺപ്രോമിസിങ്. ദെൻ അടുത്തത് പറയുന്നത് കോഗ്നിറ്റീവ് തിയറീസ് ആണ്. സോ കോഗ്നിറ്റീവ് തിയറീസിൽ പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ലേണിംഗ് തിയറീസിൽ ആദ്യം വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, രണ്ടാമത് റീഇൻഫോഴ്സ്മെന്റ് ഓർ ഓപ്പറന്റ് കണ്ടീഷനിങ്, മൂന്നാമത്തത് ഒബ്സർവേഷൻ ലേണിംഗ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് തിയറിറ്റിക്കൽ അപ്രോച്ചിൽ പിന്നീട് വരുന്നത് കോഗ്നിറ്റീവ് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ കോഗ്നിറ്റീവ് തിയറി പറയുന്നത് മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ആർ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. അപ്പോൾ ഒരു സോഷ്യൽ ബിഹേവിയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നു, അവരുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്, അത് ഒരു സോഷ്യൽ ബിഹേവിയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദീസ് മെന്റൽ ആക്ടിവിറ്റീസ് ആർ കോൾഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ തലയിൽ കൂടി എന്തൊക്കെ പ്രോസസ്സസ് വരുന്നു, എന്തൊക്കെ മെന്റൽ ആക്ടിവിറ്റീസ് വരുന്നു, ആ വ്യക്തിയെ ഞാൻ കണ്ടു, ഓ ഈ വ്യക്തി അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്, അന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ ജഡ്ജ് ചെയ്ത് വെച്ചതാണ്, ദാറ്റ് പേഴ്സൺ ഈസ് റോങ്. അപ്പം അതനുസരിച്ച് ഇനിയിപ്പോൾ ഈ വ്യക്തിയുമായിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് വരാം, അവിടെ ഓരോ ഇഷ്യൂസും ഞാൻ എങ്ങനെ സോർട്ട് ചെയ്യണം, അതനുസരിച്ച് ഓരോരോ ഡിസിഷൻസ് ഞാൻ എങ്ങനെ എടുക്കണം, ഇതെല്ലാം നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിലാണ് വരുന്നത്. സോ ദീസ് മെന്റൽ ആക്ടിവിറ്റീസ് ആർ കോൾഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അപ്പം എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണം എന്നുള്ളത് എല്ലാം എൻ്റെ ഈ ചിന്തയുടെ ഒരു തീരുമാനമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ എങ്ങനെ ഒരു ബിഹേവിയർ വരുന്നു എന്നുള്ളത്. ഓക്കെ, so it treats such diverse phenomenon as self-concept, perception of persons, and attribution of causes, attitude change, impression for management, and group stereotypes. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ കോഗ്നിറ്റീവ് തിയറി ഒരിക്കലും എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ പക്ഷേ ഡിനൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറച്ച് നമ്മൾ കാണുന്നില്ല കോഗ്നിറ്റീവ് തിയറീസ്. പക്ഷേ but it maintains a link between stimulus and response and is not mechanical or automatic. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് വരുന്നു, അപ്പോൾ ഞാൻ സലൈവേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിമുലസിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നു, ആ സ്റ്റിമുലസിനോട് ഏത് രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു, ഏതൊക്കെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത്. So cognitive theory does not deny the importance of external stimuli, but it maintains that the link between stimulus and response is not mechanical or automatic. പെട്ടെന്ന് വരുന്ന ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കരുത് എന്നാണ് പറയുന്നത്. And individuals not only actively interpret the meaning of stimuli, but also select the actions to be made in response. Okay, അപ്പോൾ
ഞാനത് മീനിങ്ഫുള്ളി ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, എന്താണത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും പ്രോസസ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണ്ടീഷൻ മാത്രമല്ല അവിടെ വരുന്നത്. സോ അതാണ് കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത്. സോ ഹിസ്റ്ററിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ദ കോഗ്നിറ്റീവ് അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി പറയുമ്പോൾ കോഫ്ക, കോഹ്ലർ ആൻഡ് അതർ തിയറിസ്റ്റ്. അപ്പം ഇവരെ ഈ 3 പേരാണ് മെയിൻലി കോഫ്ക, കോഹ്ലർ ആൻഡ് മാക്സ് വെർത്തിമർ. ഇവർ 3 പേരുമാണ് ജെസ്റ്റാൾട്ട് മൂവ്മെന്റ് ഓഫ് സൈക്കോളജിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മേജർ തിയറിസ്റ്റ്. അപ്പം ജെസ്റ്റാൾട്ട് വ്യൂ പോയിന്റിൽ എന്ന് പറയുമ്പോൾ സം ഈസ് ഗ്രേറ്റർ ദാൻ ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അതാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പറയാം. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു സിറ്റുവേഷനിൽ ഒരു ബിഹേവിയർ വന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് നല്ലൊരു ഗ്രാഹ്യം നമുക്കുണ്ടാവണം. അതുപോലെ ആ വ്യക്തിയുടെ ഒരു ബിഹേവിയറിനെ പറ്റിയിട്ട് നല്ലൊരു ഗ്രാഹ്യം നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബിഹേവിയറിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ജെസ്റ്റാൾട്ടിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുക. സോ സെൻട്രൽ ടു ജെസ്റ്റാൾട്ട് സൈക്കോളജി ഇസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് people respond to configurations of stimuli rather than to a single discrete stimulus. So in other words, people understand the meaning of the stimulus only by viewing it in the context by an entire system of elements in which it is embedded. അപ്പം ഞാൻ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്തു എന്ന് പറയുമ്പം അവിടെ എന്തുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പം എൻ്റെ സോഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, എൻ്റെ ഒരു ജെനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, എൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, എൻ്റെ ഒരു ബിഹേവിയർ പ്രീഡിസ്പോസിഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം വെച്ചിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിന് നമ്മൾ വിലയിരുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. So people understand the meaning of a stimulus only by viewing it in the context of an entire system. അപ്പോൾ ഒരു എൻറ്റയർ സിസ്റ്റം, ഇപ്പൊ നമ്മളൊരു ഫിലിം നമ്മൾ കാണുമ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടല്ല, ആ മൂവി മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിനകത്തുള്ള ചെറിയ ചെറിയ ഇവന്റ്സിനെ പോലും നമുക്ക് കൂടുതലായിട്ട് മീനിങ് കൊടുക്കാൻ സാധിക്കുക. സോ ടു കോംപ്രിഹെൻഡ് ദ മീനിങ് ഓഫ് എനി എലമെന്റ്, ഒരു ഫിലിമിലാണെങ്കിലും അതിനകത്ത് ഏതൊരു എലമെന്റിന്റെയും ഒരു കംപ്ലീറ്റ് മീനിങ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വി മസ്റ്റ് ലുക്ക് അറ്റ് ദ ഹോൾ വിച്ച് ഇറ്റ് ഈസ് എ പാർട്ട്. അപ്പം അതിനകത്ത് ആ ഒരു മൊത്തം കണ്ടീഷനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആ എലമെന്റിന്റെ മീനിങ് മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു പ്രിൻസിപ്പിളാണ് ജെസ്റ്റാൾട്ടിന്റെ വ്യൂ പോയിന്റിൽ പറയുന്നത്. അപ്പം ഇതെന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലൈക്ക് ഒരു ജസ്റ്റ് ഒരു സ്റ്റിമുലസ് വരുന്നു, ഒരു റെസ്പോൺസ് വരുന്നു, അങ്ങനെ അത്രയും ഒരു ഈസിയർ ആയിട്ട് നമ്മൾ ഇതിനെ കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. And social psychologists have proposed that individuals use specific cognitive structures. അപ്പൊ അതിന് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്കീമാസ് എന്ന് പറയുന്നത്. സ്കീമാസ് എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പേഴ്സണെ പറ്റിയിട്ടോ നമ്മളുടെ കയ്യിൽ ഉള്ള ഇൻഫർമേഷൻ, അതാണ് സ്കീമ എന്ന് പറയുന്നത്, ആ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പം ആ ഒരു സ്ട്രക്ചറിന്റെ ബേസിസിലാണ് നമ്മളുടെ ബാക്കി വർക്കുകൾ വരുന്നത്. അപ്പം എന്താണ് ഞാൻ ആ വ്യക്തിയെ പറ്റിയിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയുള്ള എൻ്റെ ഒരു ധാരണ, ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള എൻ്റെ ഒരു നോളജ് ബേസിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്കീമാസ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്പ് us process information by enabling us to recognize which personal characteristics are important in the interaction and which are not. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബ്രിട്ടീഷ് പേഴ്സണെ കാണുമ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇന്ത്യനെ കാണുമ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു പാകിസ്ഥാനെ കാണുമ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഓരോ വ്യക്തികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ജെൻഡർ വൈസ് ആണെങ്കിൽ ഒരു മെയിലിനെ കാണുമ്പോൾ ഞാൻ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, ഒരു ഫീമെയിലിനോട് ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുക, ഒരു കുട്ടിയോട് ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുക, ഒരു അഡൽറ്റിനോട് ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെടുത്ത് ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. Excuse me. So schemas help us process information by enabling us to recognize which personal characteristics are important in the interaction and which are not.
So they structure and organize information about the person and they help us remember information. അപ്പോൾ കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തത്, അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എനിക്ക് സംഭവിച്ചത്, ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സോ അതാണ് നമ്മൾ സ്കീമയിൽ പഠിക്കുന്നത്. സോ സ്കീമ ശരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സംടൈംസ് ദേ മേ ഫിൽ ദ ഗ്യാപ്പ് ഇൻ നോളജ്. ചില കേസിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്കീമാസ് പല രീതിയിലാണ്. റോൾ സ്കീമ, ഇവന്റ് സ്കീമ, സെൽഫ് സ്കീമ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ രീതിയിൽ പെർട്ടിക്കുലർ ആയിട്ട് ബിഹേവ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ സ്കീമയിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മളത് നോട്ടീസ് ചെയ്യും. ഓക്കെ, സോ സ്കീമയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് പ്രോബ്ലം വരില്ല. സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു സ്കോപ്പാണ് തരുന്നത്. സോ sometimes they fill the gaps in knowledge and enable us to make inferences and judgments about others. And one way to study cognitive structure is to observe the changes that occur in a person's cognitions when he or she is under challenge or attack. And the changes will reveal facts about the underlying structure or organization of his or her cognition. An important idea emerging from this approach is the principle of cognitive consistency. അപ്പം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐഡിയാസുമായിട്ട് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കോൺഗ്രുവൻസ് ആയിട്ടും ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ വന്നാൽ എനിക്കത് കോഗ്നിറ്റീവ് കൺസിസ്റ്റൻസിയാണ് ഉണ്ടാക്കുക. അല്ല, ഞാൻ ചിന്തിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണല്ലോ സംഭവിച്ചത്. ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ഇവന്റിന് ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇമേജ് വന്നപ്പോൾ അയ്യോ ഇങ്ങനെ ഒരു കല്യാണം നടക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സോ അത് ഒരു കോഗ്നിറ്റീവ് ഇൻകൺസിസ്റ്റൻസിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി വരുമ്പോൾ എനിക്കൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് വരുന്നു. അപ്പൊ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എനിക്ക് വരുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഐഡിയാസിൽ ചേഞ്ചസ് വരുത്താൻ ഞാൻ ശ്രമിക്കുന്നു. ലൈക്ക് ഇങ്ങനെയും കല്യാണങ്ങളാകാം എന്ന് ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഞാൻ ഇതുമായിട്ട് യോജിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്യും. അപ്പം ഇങ്ങനെ ഈ രണ്ട് രീതിയിലും വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ട്രൈയിങ് ടു റിസോൾവ് ദ കോൺഫ്ലിക്റ്റ്. ഓക്കെ, സോ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുമ്പോൾ ഫൈനലി ഇറ്റ് പ്രൊഡ്യൂസസ് മെനി ഇൻസൈറ്റ്സ് ആൻഡ് സ്ട്രൈക്കിംഗ് പ്രഡിക്ഷൻസ് റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ബിഹേവിയർ. അപ്പം സോഷ്യൽ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് തരുന്നു. അതുപോലെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നമ്മൾ കോഗ്നിറ്റീവ് തിയറിയിൽ സംഭവിക്കുന്നു. And one limitation of social cognitive theory is that it simplifies and sometimes it oversimplifies the way in which people process information and inherently complex phenomena. അപ്പോൾ ഇൻഹെറന്റ്ലി കോംപ്ലെക്സ് ആയിട്ടുള്ള ഫിനോമിന പോലും ഞാൻ ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് അതർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ എന്താ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ ചിന്തിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്താ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് എൻ്റെ ബിഹേവിയർ വരുന്നത്. സോ അപ്പൊ അതൊരു ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇൻഫർ ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ എന്താ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് അതനുസരിച്ചാണ് ഒരു ഇൻഫറൻസ് അവിടെ വരുന്നത്. ദിസ് മീൻസ് ദാറ്റ് കമ്പലിംഗ് ആൻഡ് ഡെഫിനിറ്റീവ് ടെസ്റ്റ് ഓഫ് തിയററ്റിക്കൽ പ്രഡിക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൗഎവർ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഈസ് എമംഗ് ദ മോർ popular and productive approaches in social psychology. Thus, the cognitive approach emphasizes that a person's behavior depends on the way he or she perceives the social situation. And cognitive theories argue that the mental activities called the cognitive processes of the individual are important determinants of social behavior. Okay, so appo innathe nammade class la നമ്മൾ ആദ്യം ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കി, സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കി. ദെൻ നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കി. ദെൻ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കി. ദെൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്താണ് പഠിക്കുന്നത്,
അപ്പം അവിടെ അതിനകത്ത് അഗ്രസീവ് ബിഹേവിയർ, ദെൻ പ്രോ സോഷ്യൽ ബിഹേവിയർ, ഇൻഫ്ലുവൻസ്, കൺസ്യൂമർ ബിഹേവിയർ, ഇങ്ങനെ പല ബിഹേവിയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ദെൻ അതിനൊരു ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റിലെ ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഏതാണെന്നും ദെൻ ഫോർമേറ്റീവ് ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ദെൻ എക്സ്പാൻഷൻ, സോഷ്യൽ സൈക്കോളജി ആ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എക്സ്പാൻഡ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതിൻ്റെ ഒരു സോഷ്യൽ സൈക്കോളജി 21st സെഞ്ചുറി ഇപ്പോൾ എവിടെ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ സോഷ്യൽ ന്യൂറോ സയൻസ് ആണ് ഇപ്പോൾ കറന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് നമ്മൾ പറയുന്നത്. ദെൻ സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യ, ദെൻ സോഷ്യൽ സൈക്കോളജിയും അതർ ഡിസിപ്ലിൻസിൽ, അപ്പോൾ അതിനകത്ത് ആന്ത്രോപോളജി, സോഷ്യൽ ലിംഗ്വിസ്റ്റിക്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ അതർ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആയിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്, ലൈക്ക് ബയോളജിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജി. ദെൻ ലെവൽസ് ഓഫ് അനാലിസിസിൽ നമ്മൾ ഇന്റർപേഴ്സണൽ അനാലിസിസ്, ഇൻട്രാപേഴ്സണൽ അനാലിസിസ് ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അനാലിസിസ്, ബിറ്റ്വീൻ ഗ്രൂപ്പ് അനാലിസിസ്. ദെൻ തിയറിറ്റിക്കൽ അപ്രോച്ചസിൽ 2 അപ്രോച്ചസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് ലേണിംഗ് തിയറീസ്, അതിനെ ബേസ് ചെയ്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് ഓർ റീഇൻഫോഴ്സ്മെന്റ്, ദെൻ ഒബ്സർവേഷൻ ലേണിംഗ്, ദെൻ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയെ പറ്റിയിട്ട് പഠിച്ചു. ദെൻ കോഗ്നിറ്റീവ് തിയറീസ് ആണ് പിന്നീട് ലാസ്റ്റ് മനസ്സിലാക്കിയത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.